ഹായ്! അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞങ്ങളൊരിടം വരെ പോകുന്നെന്ന്. അപ്പോൾ ഇന്നാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. ആരെ കാണാനാ പോകുന്നതെന്നും എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ വഴിയേ പറഞ്ഞു തരാം കേട്ടോ. പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങോട്ടാ പോയിട്ടുള്ളതെന്ന്. അങ്ങനെ നമ്മൾ ഊബർ വിളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്നത്. പോകുന്ന വഴിക്ക് ഋതുവിനെ നന്നായിട്ട് ഉറക്കുമായിരുന്നു കേട്ടോ. അവൾക്ക് ജലദോഷത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. മൂക്കടപ്പും ആ ഒരു മൂക്കൊലിപ്പും ഒക്കെ ഉണ്ട്. പിന്നെ മരുന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഓട്ടമായിരുന്നു. നമുക്ക് സമയമായിട്ടുണ്ടായിരുന്നേ. അമ്മയ്ക്ക് ബാഗും കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ വന്നിട്ട് അമ്മയുടെ ബാഗും ആ പെട്ടിയും മറ്റേ സാധനങ്ങളും എല്ലാം കൂടെ കൊണ്ട് ഞാനാണ് പിന്നെ ട്രെയിനിലോട്ട് കയറിയത്. ഇത്രയും കൂടെ ഒരുമിച്ച് കൊണ്ട് കയറാൻ എനിക്ക് പറ്റുമെന്ന് ഞാൻ ഒരുപാട് വിഷയം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഇവിടെ ചവിട്ടി കയറിയിരിക്കുന്നത് റൗണ്ട് രംഗമ്മ പോലെ കയറി നിൽക്കുകയാണ് കേട്ടോ. അമ്മ ബാക്ക് സീറ്റിൽ ഇരിക്കുകയാണേ. അപ്പം അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഇവള് ഈ സീറ്റിനകത്ത് ചവിട്ടി കയറും. അത് കഴിഞ്ഞ് അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടും അതേപോലെ ചവിട്ടി കയറി നിന്നിട്ട് നോക്കും. പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വെറുതെ ഇരിക്കുകയല്ലേ, കുറച്ച് നേരം നഖം വെട്ടാന്ന് എഴുതി. ഋതുവിന് ചെറുതായിട്ട് നഖം വന്നാൽ തന്നെ ഇവള് മാന്തി കീറി മുഖത്തൊക്കെ ആക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് വെട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ. പിന്നെ എനിക്കിത് ഈ ഒരു സീറ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് ഇരിക്കാൻ അങ്ങോട്ട് സുഖം തോന്നിയില്ല. നടുവ് കഴിക്കുന്നു, എവിടെയൊക്കെ കിഴപ്പും വേദനയൊക്കെ കേട്ടോ. പിന്നെ മറ്റേതായിരുന്നെങ്കിൽ ഒന്ന് കിടക്കെങ്കിലും ചെയ്തായിരുന്നു. പിന്നെ ഇതാ ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ, ചപ്പാത്തി മുട്ടക്കറിയും. പിന്നെ അത് കഴിച്ചു. പിന്നെ എത്രയൊക്കെ വണ്ണം കുറഞ്ഞാലും ശരി, എനിക്ക് ഈ വയറ് അങ്ങോട്ട് പഴയതുപോലെ ഇങ്ങോട്ട് ആവുന്നില്ല. പക്ഷെ എനിക്ക് ഡെലിവറിക്ക് ശേഷം നന്നായിട്ട് വയറ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ കൂടി അത് നോർമൽ ലെവലിലോട്ട് പോകുന്നില്ല. ഇപ്പോഴും വയറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് എങ്ങനെയാ വണ്ണം കുറഞ്ഞ് എന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. ഡയറ്റ് ചെയ്ത് തന്നെ ആട്ടോ കുറഞ്ഞത്. പിന്നെ അത് എന്താ ചെയ്തതെന്നും എങ്ങനെയാണെന്നൊക്കെ ഞാൻ വിശദീകരിച്ച് പിന്നെ എങ്ങാനും പറഞ്ഞു തരാം ഈ ഒരു ഋതുവിന് പാല് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഈ ഇത്രയും നിർബന്ധങ്ങൾ കാണിക്കുന്നത് കേട്ടോ. അവളാണെങ്കിൽ ആ സമയത്ത് പാല് കൊടുക്കുന്ന പേര് എന്നെ അടിക്കും. അതുകൊണ്ട് പെട്ടെന്ന് പാല് കൊടുത്തിട്ട് അവളെ ഉറക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് കരയും കേട്ടോ. അങ്ങനെ പാല് കുടിച്ചാലേ അവൾ ഉറങ്ങുള്ളൂ. അതാണ് അവൾക്കിടെ ഒരു ശീലം. അങ്ങനെ അവൾക്ക് പാല് കൊടുത്തു, അവൾ ഉറങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ചെറുതായിട്ട് അങ്ങ് കണ്ണ് അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നലത്തെ രാത്രിയിലൊന്നും ഉറങ്ങിയിട്ടേ ഇല്ല ഞാൻ. അങ്ങനെ ഇത്തിരി നേരം ഉറങ്ങിയെങ്കിലും എനിക്ക് അവളെ ഇങ്ങനെ കൊണ്ടിരുന്നിട്ട് എനിക്ക് ആ ഒരു സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. എനിക്കാണെങ്കിൽ തലയൊക്കെ കിറുകി ഇങ്ങനെ വരികയായിരുന്നു. ഉറക്കവും വരുന്നുണ്ട്, വല്ലാത്ത ക്ഷീണവും ഒക്കെ. അങ്ങനെ ഋതുവിന് ഇതാ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഋതുവിനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അന്നേരം അവിടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് അവളെ പിന്നെ അതിനകത്തോട്ട് കിടത്തിയേക്കായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ അങ്ങ് ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇരുന്നിരുന്ന് കുറേ സമയം എടുക്കും നമ്മളങ്ങ് ചെല്ലാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഗെയിമും കളിച്ചിരുന്ന് പിന്നെ എൻ്റെ അടുത്തൊരു കൊച്ചിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഋതുട്ട് എന്താ ഇങ്ങനെ എഴുന്നേറ്റ് തലയും പൊക്കി ഇങ്ങനെ നിൽപ്പുണ്ടേ. ഇടയ്ക്കിടയ്ക്ക് ഇവളിങ്ങനെ തലയും പൊക്കി നോക്കും, ഇങ്ങ് വരും, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോവും. പിന്നെ അവൾക്ക് കുറേ പിള്ളേരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. തൊട്ട് ബാക്കിലൊരു കുഞ്ഞുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ആള് വന്നത്. നമ്മൾ ട്രെയിൻ ഇറങ്ങി നമ്മൾ മധുരയിലോട്ടാണ് കേട്ടോ വന്നത്. മധുരയിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എന്തായാലും മനസ്സിലാവും കേട്ടോ. ഇവിടുന്ന് കുറേ സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും ഉണ്ടായിരുന്നു. അതായിരുന്നു ഒരു ടാസ്ക്. കാരണം കുഞ്ഞിൻ്റെ കാല് വയ്യാത്തതുകൊണ്ട് ആൾക്ക് അത്രയും സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടിയാണെങ്കിൽ എടുത്തുകൊണ്ട് എല്ലാം കൂടെ എടുത്തുകൊണ്ട് കയറാനും വയ്യ. പക്ഷേ ഒരു ചേട്ടൻ ഓടി വന്നിട്ട് ആ പെട്ടി പിടിച്ചുകൊണ്ട് വന്ന് മേളിൽ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഉപകാരം. ഇങ്ങനെ എല്ലാവർക്കും ഒന്നും തോന്നത്തില്ല. ചില ആൾക്കാർ മാത്രമേ ഇങ്ങനെ മനസ്സാക്ഷിയുള്ള ആൾക്കാരില്ല കേട്ടോ. അത് എവിടെ ചെന്നാലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു. ഇതാ വീട്ടിലോട്ട് വന്നു. അപ്പോൾ നമ്മൾ എവിടെ വന്നേ? നമ്മൾ ചിറ്റിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞൊരു സമയത്ത് ഞങ്ങൾ വരണമെന്നൊക്കെ ഉണ്ടെങ്കിലും കൊറോണ സമയമായിരുന്നല്ലോ. പിന്നെ കുറേ നാൾ അടച്ചൊക്കെ ഇട്ടേക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞൻ ജോലിക്കൊക്കെ പോയി തുടങ്ങി. അന്നേരമൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് അധികം നാൾ മുന്നോട്ട് പോകുന്നതിന് മുന്നേ കുഞ്ഞിൻ്റെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അതിനുശേഷം പിന്നെ എങ്ങോട്ടും പോയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇത്രയും ദൂരമൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് ഇവിടത്തേക്ക് മാത്രമാണ് കേട്ടോ. അപ്പം അത് കൊണ്ടുവന്ന ഉടനെ അമ്മ ചൂടാക്കുന്ന സാധനം ചീത്തയായി പോകുമോ എന്നുള്ളൊരു പേടിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. കാരണം എന്ന് വെച്ച്
മറ്റേത് തലേന്ന് രാത്രിയിലല്ലേ ഉണ്ടാക്കി വെച്ചത്. പകൽ നമുക്ക് അതായത് പിറ്റേന്ന് രാവിലെ ഉണ്ടാക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലും അത് ഉണ്ടാക്കാനുള്ള സമയം നമുക്ക് എന്തായാലും കിട്ടത്തില്ലെന്ന് നല്ലപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് തലേന്ന് രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോഴത്തേക്ക് അമ്മ അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അത് നല്ല ഫ്രീസറിലോട്ടാട്ടോ വെച്ചത്. നല്ല ഐസായിട്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ ഒരു കൂളിങ്ങിൽ ഇത് ചീത്തയാവാതെ എന്തായാലും ഇരുന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്താ അമ്മ അവിടെ നിന്ന് ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പഴുത്ത ചക്ക. ഇവിടെ ചക്കയൊക്കെ അധികം അങ്ങനെ കിട്ടത്തൊന്നുമില്ല. ഈ ചുള അനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ക്യാഷ് കൊടുത്താണ് മേടിക്കുന്നത്. നമ്മളവിടെയൊക്കെ വേസ്റ്റായി പോകുന്ന സാധനമല്ലേ, പക്ഷെ ഇവിടെ ഭയങ്കര റേറ്റൊക്കെ ആയിട്ടോ. പിന്നെ ചായയൊക്കെ കുടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ അടുത്തത് കുൽഫി കൊണ്ടുവന്നു കേട്ടോ. ഈ സാധനം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ എനിക്കാണെങ്കിൽ ഇവിടുത്തെ കുൽഫി ഇതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. എന്താ പറയുക, ഒരു ഭസ്മത്തിൻ്റെയോ അങ്ങനെ എന്തൊക്കെയോ ഒരു ടേസ്റ്റാണ്. പക്ഷേ കുഴപ്പമില്ല, കൊള്ളാം. പിന്നെ ഇതാ നാദൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ പുറത്ത് പോയേക്കുമായിരുന്നു ഡ്രസ്സ് എടുക്കാനൊക്കെ. അങ്ങനെ വന്നപ്പോൾ റിതുവിന് ഒരു ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ നോക്കുന്ന നോട്ടം കണ്ടോ, റിതുവിനെ അവളെടുത്ത് മടിയിൽ വെച്ചേക്കുന്നതിൻ്റെ ആയിട്ടോ ആ രീതിയിൽ നോക്കുന്നത്. പിന്നെ ബാധു വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ കടയിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട്, അതായത് നമുക്ക് നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നാണ് കരുതിയത്. പക്ഷെ അവരെന്തൊക്കെയാണ് ഇടുന്നതെന്നും അവരുടെ സൈസൊക്കെ കറക്റ്റ് ആവുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള പേടിയുണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചില്ല. ഇവിടെ വന്നിട്ട് അവർക്ക് എന്ത് ടൈപ്പാണെന്ന് നോക്കിയിട്ട് ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് കേട്ടോ കരുതിയത്. എനിക്കാണ് ഈ ഒരു ഷോപ്പിൽ പോയിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നതേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവസാനം കറങ്ങി തിരിഞ്ഞ് 2 ഡ്രസ്സ് എടുത്തു കേട്ടോ. പിന്നെ കുഞ്ഞനാണെങ്കിൽ ബാധുവിൻ്റെ കൂടെ ബൈക്കിലല്ല സ്കൂട്ടിയിലാട്ടോ വന്നത്. ഞങ്ങൾ നടന്നാട്ടോ വരുന്നത്. തൊട്ടിപ്പുറത്താട്ടോ നടന്ന് വരാനുള്ള ദൂരമേ ഉള്ളൂ. തിരിച്ചു പോയപ്പോഴത്തേക്ക് നാദു വന്ന് എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ ഡ്രസ്സൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇതാ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞുങ്ങൾക്കൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. നമ്മൾ അവിടുന്ന് അലുവ കൊണ്ടുവന്നിട്ടുണ്ടേ. ഇവിടെ ആ ഒരു ടൈപ്പ് അലുവ കിട്ടത്തില്ല കേട്ടോ. അവർക്ക് നാട്ടിലെ അലുവയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് അലുവയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും കൂട്ടിന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. ഹെവി ഫുഡായിരുന്നു കേട്ടോ. ചിക്കൻ കറിയും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. ബീഫ് ഫ്രൈ പിന്നെ നമ്മൾ കൊണ്ടുവന്നതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഒരു പൊറോട്ട മാത്രമേ കഴിച്ചുള്ളൂ. ഇവിടുത്തെ കുഞ്ഞു പൊറോട്ടയാണ്, നമ്മൾ അവിടുത്തെ പോലത്തെ അല്ല കേട്ടോ ഇവിടുത്തെ പൊറോട്ട. ഇതിൻ്റെ കൂടെ ഇവിടെ ഗ്രേവി കിട്ടും, നല്ല ഗ്രേവിയാണ്. കഴിച്ചിട്ടുണ്ടോ? അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഒരു പൊറോട്ട കഴിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് ചോറ് കഴിച്ചേ. നിന്ന് എഴുന്നേറ്റ് ഹായ് പറ, ബായ് പറയാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആരെയും നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടേ. ഇവിടെ അമ്മച്ചമ്മ അവിടെ ഇരിക്കുന്നു. അവളുടെ അമ്മച്ചമ്മയെ കണ്ടുകൊണ്ടാണ് ഈ ഒരു തുള്ളൽ തുള്ളുന്നു. പിന്നെ എടുക്കാം. പിന്നെ ഇതാ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയപ്പോഴത്തേക്ക് പിന്നെ അമ്മ എടുക്കണം അവളെ. അതുവരെ അവളിങ്ങനെ നിൽക്കുക. പിന്നെ ഇതാ കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുല്ലപ്പൂ അല്ല, മുല്ലമുട്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കെട്ടാത്തത്. അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഇരുന്ന് പിന്നെ മുല്ലപ്പൂവൊക്കെ കെട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂ കെട്ടുന്നത്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് ഞാൻ കെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ല. കെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ഞാൻ നല്ലതാണെന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കിയാൽ പോരെ. ഞാൻ കെട്ടിയ പൂവാണ് ഇത്രയും കേട്ടോ. ഇവിടെ അമ്മ ഒരു സൈഡിൽ കിട്ടുന്നുണ്ട്, ചിറ്റ ഒരു സൈഡിൽ കിട്ടുന്നുണ്ട്. ഒരുപാടൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. ഇവിടുത്തെ മുല്ലപ്പൂവിന് എന്തൊരു മണമെന്നറിയോ, അത് ഫ്രഷ് എന്ന് പറയത്തില്ലേ, ആ ഒരു ഫ്രഷ് സാധനമാണ്. ഈ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ചിറ്റയുടെയൊക്കെ വീഡിയോ ഞാൻ ഇടുന്ന സമയത്ത് ഒരുപാട് പേര് സംശയങ്ങളായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ വീഡിയോയിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും വിശദമായിട്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയ്ക്കുള്ള